ഹലോ എവരിവൺ, വെൽക്കം ടു അവർ ന്യൂ വീഡിയോ. സോ ഒരു റാങ്ക് ലിസ്റ്റ് പബ്ലിഷ് ചെയ്തതിൻ്റെ വിവരങ്ങൾ പറയാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു വീഡിയോ ആയിട്ട് വന്നിട്ടുള്ളത്. വർക്ക്ഷോപ്പ് ഇൻസ്ട്രക്ടർ, ഡെമോൺസ്ട്രേറ്റർ, ഇൻസ്ട്രക്ടർ ഗ്രേഡ് 2 തുടങ്ങിയ തസ്തികകളിൽ നടത്തിയൊരു പരീക്ഷ ഉണ്ടായിരുന്നു അല്ലേ? യെസ്. സോ അതിൻ്റെ ഷോർട്ട് ലിസ്റ്റ് പണ്ട് വന്നിട്ടുണ്ടായിരുന്നു. അതിനുശേഷം ഇൻ്റർവ്യൂ ഉണ്ടായിരുന്നു. ആ ഇൻ്റർവ്യൂ കഴിഞ്ഞതിന് ശേഷം അതിൻ്റെ റാങ്ക് ലിസ്റ്റ് പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. സോ അതിൻ്റെ ഡീറ്റെയിൽസ് നമുക്ക് ഇന്നത്തെ വീഡിയോയിൽ നോക്കാം. നിങ്ങൾക്ക് കാണാൻ വേണ്ടി സാധിക്കും. അതിൻ്റെ കാറ്റഗറി നമ്പർ 678/2022 ആയിരുന്നു. ഫോളോയിങ് ഈസ് ദി ലിസ്റ്റ് ഓഫ് കാൻഡിഡേറ്റ് ഫോർ സെലക്ഷൻ ഫോർ ദി പോസ്റ്റ് വർക്ക്ഷോപ്പ് ഇൻസ്ട്രക്ടർ, ഡെമോൺസ്ട്രേറ്റർ, ഇൻസ്ട്രക്ടർ ഗ്രേഡ് 2 ഇൻ ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗ്. ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ് പേ സ്കെയിൽ കാണാം 41,300 മുതൽ 87,000 വരെ അല്ലേ? ടെക്നിക്കൽ എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ കീഴിലുള്ള കാറ്റഗറി നമ്പർ 678/2022 അല്ലേ? ഇൻ്റർവ്യൂഡ് ആൻഡ് ഫൗണ്ട് സ്യൂട്ടബിളി ബൈ ദി കമ്മീഷൻ അറേഞ്ച്ഡ് ഇൻ ദി ഓർഡർ ഓഫ് മെറിറ്റ്. ദി റാങ്ക് ലിസ്റ്റ് ബ്രോട്ട് ഇൻ ടു ഫേസ് എഫക്ട് ഫ്രം ഏപ്രിൽ 15 മുതൽ ഇതിന് വാലിഡിറ്റി ഉണ്ടാവും. സോ അതിൻ്റെ ബാക്കി ഡീറ്റെയിൽസ് നോക്കിയാലോ? യെസ്. സോ ഗസറ്റ് ഡേറ്റ് 2022 ഡിസംബറിൽ വന്ന് 23 നമ്മൾ അപ്ലൈ ചെയ്ത് നമ്പർ ഓഫ് ആപ്ലിക്കേഷൻസ് നിയർലി 15,000 ആയിരുന്നു. ദെൻ OMR എക്സാം ജൂൺ 16 ഉണ്ടായിരുന്നു. ദെൻ ഇൻ്റർവ്യൂ മാർച്ച് 20 സ്റ്റാർട്ട് ചെയ്ത ഇൻ്റർവ്യൂ. ദെൻ ഷോർട്ട് ലിസ്റ്റ് വന്ന ഡേറ്റ് കാണാം. റാങ്ക് ലിസ്റ്റ് വന്ന ഡേറ്റും ഡീറ്റെയിൽസും നിങ്ങൾക്ക് ഇവിടെ കാണാൻ വേണ്ടി സാധിക്കും. ഇത് നോക്കിക്കഴിഞ്ഞാൽ പേ സ്കെയിൽ ഏകദേശം നമ്മുടെ സബ് എഞ്ചിനീയറിൻ്റെ സെയിം തന്നെയാണല്ലോ. ഒരു ഡിപ്ലോമ എക്സാമിന് ഉള്ള ആ ഒരു പോസ്റ്റിന് തത്തുല്യമായിട്ടുള്ളത് തന്നെ ഉള്ള പേ സ്കെയിലാണ് 41,300 മുതൽ 87,000 വരെയുള്ളത്. ദെൻ അതിൻ്റെ വേക്കൻസി ഡീറ്റെയിൽസ് കൂടി നോക്കിയിട്ട് പോയാലോ? യെസ്. വേക്കൻസി ഡീറ്റെയിൽസ് എന്ന് പറയുന്നത് നിലവിൽ 8, 7, 15, 19, 30, 38 വേക്കൻസികൾ നിലവിലുണ്ടല്ലേ? ടോട്ടൽ 38 വേക്കൻസികളാണ് ഇത് പ്രകാരമുള്ളത്. ഈ 38 പേർക്ക് ആദ്യത്തെ തവണ തന്നെ അഡ്വൈസുകൾ പോകുന്നതായിരിക്കും. അതിനുശേഷം NJDs വരുന്നത് അല്ലെങ്കിൽ പുതിയ വേക്കൻസികൾ വരുന്നത് പ്രകാരം എന്ത് സംഭവിക്കും? യെസ്, വീണ്ടും അഡ്വൈസുകൾ പോകുന്നതായിരിക്കും. നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഇതാണ് അതിൻ്റെ ലിസ്റ്റ് വരുന്നത്. കണ്ടോ? മെയിൻ ലിസ്റ്റിൽ ഏകദേശം എത്ര പേരുണ്ട്? യെസ്, മെയിൻ ലിസ്റ്റിൽ ഉൾപ്പെട്ട ആൾക്കാരുടെ എണ്ണം എന്ന് പറയുന്നത് 78 ആണ്. എനിക്ക് തോന്നുന്നു ഇതൊരു ചെറിയ ലിസ്റ്റായിട്ടാണ് എനിക്ക് തോന്നുന്നത്. കാരണം നിലവിൽ തന്നെ 38 വേക്കൻസികൾ ഉണ്ടല്ലേ? PSCയുടെ വെബ്സൈറ്റിൽ തന്നെ 38 വേക്കൻസികളുണ്ട്. മിക്കവാറും അതിനേക്കാൾ കൂടുതൽ വേക്കൻസികളായിട്ടുണ്ടാവും. പുതിയ വേക്കൻസികൾ വേഗത്തിൽ തന്നെ അവിടെ അപ്ഡേറ്റഡ് ആവില്ല. സോ ഇതൊരു ചെറിയ ലിസ്റ്റായിട്ടാണ് കൺസിഡർ ചെയ്യാൻ വേണ്ടി പറ്റുക. ഞാൻ സപ്ലിമെൻ്ററി ലിസ്റ്റിൽ നിങ്ങൾക്ക് ആൾക്കാരെ കാണാൻ വേണ്ടി സാധിക്കും. സപ്ലിമെൻ്ററി ലിസ്റ്റും വളരെ ചെറിയ ലിസ്റ്റ് തന്നെയാണ്. സോ ഇതിൽ സാധ്യത എന്ന് പറയുന്നത് വേഗത്തിൽ തന്നെ ഈ ഒരു വർക്ക്ഷോപ്പ് ഇൻസ്ട്രക്ടർ എന്നുള്ളൊരു ലിസ്റ്റ് കംപ്ലീറ്റ് ആവാനാണ് സാധ്യത. ദെൻ വേറെന്താണ് ഈ ഒരു ലിസ്റ്റിന് പ്രസക്തി? യെസ്, നിലവിൽ സബ് എഞ്ചിനീയർ റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെട്ടിട്ടുള്ള സബ് എഞ്ചിനീയറിന് അഡ്വൈസ് പോയിട്ടുള്ള ആൾക്കാർ കൂടി ഈ ഒരു ലിസ്റ്റിൽ നിങ്ങൾക്ക് കാണാൻ വേണ്ടി സാധിക്കും. സോ മിക്കവാറും ചിലരൊക്കെ എന്ത് ചെയ്യും? ഈ വർക്ക്ഷോപ്പ് ഇൻസ്ട്രക്ടർ ചൂസ് ചെയ്യും. അതിൻ്റെ പേ സ്കെയിലൊക്കെ ഏകദേശം സെയിം തന്നെയാണ്. വർക്ക്ഷോപ്പ് ഇൻസ്ട്രക്ടർ എന്ന് പറയുന്ന ഒരു ടെക്നിക്കൽ എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ കീഴിലുള്ളതായിരിക്കും അല്ലേ? സോ കമ്പയർ ടു സബ് എഞ്ചിനീയർ ദെൻ അതർ ഡിപ്ലോമ പോസ്റ്റ് നമ്മൾ നോക്കുന്ന സമയത്ത് ജോലിഭാരവും അതേപോലെ റെസ്പോൺസിബിലിറ്റീസൊക്കെ കുറച്ച് കുറവായിരിക്കും. കുറച്ചുകൂടി ആയാസരഹിതമായിട്ടുള്ള ഒരു ജോലിയായിരിക്കും അല്ലേ? സോ അത്തരത്തിൽ ആൾക്കാർ ഈ ഒരു ജോബ് ചൂസ് ചെയ്യാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഇതിൻ്റെയൊക്കെ ഒരു എഫക്റ്റ് മനസ്സിലാവണമെങ്കിൽ കുറച്ച് മാസങ്ങൾ കഴിയേണ്ടി വരും. ദെൻ അസിസ്റ്റൻറ്റ് എഞ്ചിനീയർ, KSEB അസിസ്റ്റൻറ്റ് എഞ്ചിനീയർ പോലെയുള്ള പരീക്ഷകളുടെ റാങ്ക് ലിസ്റ്റ് വരുന്നതോട് കൂടിയിട്ട് വീണ്ടും ചില ഷിഫ്റ്റുകൾ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. സോ അത്രയും കാര്യങ്ങളാണ് ഈ ഒരു വീഡിയോയിൽ പറയാനുള്ളത്. ഈ വേക്കൻസികൾ വീണ്ടും അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും. പുതിയ വേക്കൻസികൾ വരുന്ന പ്രകാരം എന്ത് സംഭവിക്കും? ഈ ലിസ്റ്റിൽ നിന്ന് കൂടുതൽ ആൾക്കാർക്ക് നിയമനം ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ അത്രയേ ഉള്ളൂ. നിലവിൽ ട്രേഡ്സ്മാൻ എക്സാം നടക്കാൻ വേണ്ടി പോവാണ്. ഏപ്രിൽ മാസം 30-ാം തീയതി. നിങ്ങൾ പ്രിപ്പയർ ചെയ്യുന്നുണ്ടാകുമെന്ന് വിചാരിക്കുന്നു. താല്പര്യമുള്ളവർക്ക് നമ്മുടെ ഈ ഒരു ചാനലിൽ ആഡ് ചെയ്തിട്ടുള്ള ഒരു വീഡിയോ സീരീസ് ഉണ്ട്, കണ്ടു നോക്കാം. നിങ്ങൾക്ക് എന്തായാലും യൂസ്ഫുൾ ആയിരിക്കും കേട്ടോ. ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോസ് കണ്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യുക. അപ്പോൾ അത്രമാത്രമേ ഉള്ളൂ. പുതിയ വിവരങ്ങളുമായിട്ട് നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം. താങ്ക്